ഇൻസ്റ്റഗ്രാമിലെ ഒരു റീൽസ് കണ്ടേ, അത് കണ്ടിട്ട് ആലുവയിൽ തന്നെയാണ്. ഏതാ സ്ഥലം? തുമ്പിച്ചാലല്ലേ? അതെ, നല്ലൊരു ഈവനിങ് ഒക്കെ വരാൻ പറ്റും, നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ആലുവയിൽ തുമ്പിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് നടന്ന് കാണാനൊന്നുമില്ല, പക്ഷേ ഈ സ്ഥലം ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് റീൽസ് സ്ക്രോൾ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടത്. ലൊക്കേഷൻ നോക്കുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, എന്തായാലും പോന്നു. മഴ പെയ്യുന്ന തന്നെയാണ് കേട്ടോ വിചാരിച്ചത്. ആകാശം ഭയങ്കര ഇരുണ്ട് മൂടി നിൽക്കുന്നുണ്ടായിരുന്നു. മൊത്തം ഒന്ന് നടന്ന് കണ്ടുവരുന്നത് വരെ മഴ പെയ്യില്ലേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിയത്. 1-2 ആൾക്കാർ ഇതാ ഇതുപോലെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നേ. ആകാശമൊക്കെ മൊത്തം കാർമേഘം കൊണ്ട് മൂടിയിട്ടുണ്ട്. മഴ ഇപ്പോൾ പെയ്യില്ല എന്നുള്ളൊരു കണ്ടീഷനായിരുന്നേ. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊരു വൈഡ് ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ 3 കളർ ഷെയ്ഡിൽ താമര ഉണ്ടായിരുന്നു. ഒന്നൊരു ലൈറ്റ് റോസ് കളറും, ഒന്നൊരു ഡാർക്ക് റോസ് കളറും, പിന്നെ അതിൻ്റെ ഇടയിൽ 1-2 വൈറ്റ് കളറും ഉണ്ടായിരുന്നേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പശുവിനെ അത്ര പറ്റിയിട്ടില്ല ഞങ്ങളിവിടുന്ന് അല്ലേ. ഈ പൂക്കളുള്ളത് ഓരോന്നും ഓരോ സൈഡിലാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങോട്ട് നടന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പശു അതിനൊന്നും സംഭവിച്ചില്ല. അത് നിൽപ്പൊന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. ഇവിടെ ഒരുപാട് നടന്ന് കാണാനൊന്നുമില്ല, പക്ഷേ ഈ പൂക്കളുണ്ടല്ലോ, അത് നമുക്ക് കണ്ണെടുക്കാനേ തോന്നില്ല. നമുക്ക് വീണ്ടും അങ്ങോട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനേ തോന്നും. പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ടീം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വന്നതാണ്. എന്തായാലും വന്നത് നല്ല കാര്യമായിരിക്കും. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. മഴ വരാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ സ്കൂട്ടർ അല്ല, അവിടെ ഒരു ചായക്കട ഉണ്ട്, അവിടെ കൂടെ പോകണം അല്ലേ? ആയിക്കോട്ടെ. അങ്ങനെ അവിടെ നടന്നൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീണ്ടും ഈ റോഡിൻ്റെ സൈഡിലോട്ട് എത്തി. ഈ റോഡിൻ്റെ 2 സൈഡിലും പാടാണ്. അതിലിതാ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരാളവിടെ നിന്ന് മീൻ പിടിക്കുകയാണ്. അതിൻ്റെ സൈഡിലൂടെ വരുന്ന തോട് കണ്ടോ, നല്ല ഭംഗിയില്ലേ. മഴ ഇപ്പം പെയ്യുന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ. നിൽക്കണോ പോണോ എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. എന്തായാലും വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ 2 കോഫിയും കുറച്ച് സ്നാക്സൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് എവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ, ഒരു ചെറിയൊരു തോടുള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞങ്ങൾ പോയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ചായ കുടിക്കുകയായിരുന്നു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മഴ പെയ്തത്. ഞങ്ങൾ കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാറി നിൽക്കാനും കയറി നിൽക്കാനും ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തോന്നി ഇതൊക്കെ ഇല്ലൊരു വൈബ്, നല്ല രസമുണ്ടായിരുന്നു ഈ മഴ പെയ്തു. മഴ പെയ്തിരുന്നു ചായ കുടിക്കുന്നു. മഴ പെയ്തപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പക്ഷേ അവിടെ കുറച്ച് പെൺകുട്ടികൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല സാരിയൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായി വന്നതായിരുന്നു. പക്ഷെ മഴ കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഞങ്ങൾ ഇതാ ഈ ചായയുടെ ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ പോവാണ്. ഗ്ലാസ്സൊക്കെ അവിടെ കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ചേട്ടൻ അതുവഴി വരുന്നത്. എന്നിട്ട് കാര്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കിട്ടിയോന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഏട്ടൻ പോസ് ചെയ്യായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. പക്ഷെ എന്താണെന്നറിയോ, നമുക്ക് വീണ്ടും അവിടേക്ക് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഒരേ സംഭവം തന്നെയാണ് നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വീണ്ടും അതിങ്ങനെ എടുത്തോണ്ടിരിക്കും. അപ്പം ഞങ്ങൾ നല്ലൊരു വൈബുള്ള സ്ഥലമായിരുന്നു അല്ലേ? അതെ, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് കാണാം ഞങ്ങൾക്ക് പടത്തിന് പോവാൻ. അപ്പോൾ ബൈ. ശരി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.